നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, പക്ഷേ മൈക്കില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് മ്യൂട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് വിശേഷം. അപ്പോൾ ഞാൻ നെട്ടയത്ത് റെസ്റ്റ് എടുക്കാനായിട്ട് വന്നതാണ്. സാറ്റർഡേ സൺഡേ നമുക്ക് നല്ല ഓർഡേഴ്സ് കിട്ടുന്ന ദിവസമാണ്. എങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി വന്നിട്ട് ഭയങ്കരമായിട്ട് ടയേർഡായി, ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങി എഴുന്നേക്കാന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷേ എവിടെ നമുക്കങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞില്ലേ, സാറ്റർഡേ സൺഡേ നമുക്ക് നല്ല ഓർഡേഴ്സ് കിട്ടുന്ന ദിവസമാണ്. ഒരുപാട് ഓർഡേഴ്സ് വാട്സപ്പ് ത്രൂവും നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എഴുതി മാർക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കണമല്ലോ. ആർക്കും ഒരെണ്ണം പോലും നമ്മൾ മിസ്സാവാൻ പാടില്ലല്ലോ. ഇവിടെ ട്രിവാൻഡ്രത്താണ് കേട്ടോ കുറച്ചെങ്കിലും മഴ കുറവുള്ളത്. ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും നല്ല മഴയാണെന്ന് ഞാൻ ന്യൂസിൽ കണ്ടതാണ്. അല്ലാതെ മറ്റൊരു ഡിസ്ട്രിക്റ്റിനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ട്രിവാൻഡ്രത്ത് മഴ കുറവാണ്. മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ. നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് തുടങ്ങിയ മഴയും കാറ്റും കേട്ടോ. ഞങ്ങൾ വീടെത്തിയിട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മഴയാണ്. ട്രിവാൻഡ്രത്ത് മഴയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ ന്യൂസിൽ കാണുന്ന അത്രയും മഴ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ട്രിവാൻഡ്രം മഴയില്ലാത്ത സ്ഥലമാണോ, ട്രിവാൻഡ്രം വെള്ളംപൊക്കം കയറാത്ത സ്ഥലമാണോ എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നെട്ടയത്ത് ഉണ്ട്. ഇത് ചീമയ്ക്ക് ഞാൻ കഴിഞ്ഞ ഓണത്തിന് കൊടുത്ത നമ്മുടെ വസ്ത്രയുടെ ഡ്രസ്സാട്ടോ. ഇതിൻ്റെ യെല്ലോ എനിക്കുണ്ട്. അപ്പോൾ ചീമ ഇപ്പോൾ കുറച്ചൊന്ന് വണ്ണം വെച്ചത് കൊണ്ട് അതിങ്ങനെ എനിക്ക് തന്നെ ഞാനത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവൾക്ക് നമ്മുടെ ഫോൺ ഓറഞ്ച് കളറല്ലേ, അപ്പോൾ ഓറഞ്ച് കളർ കാണുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അതിലിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത് ഇനി കുളിപ്പിക്കാനായിട്ട് പോവുകയാണ്. കുഞ്ഞ് രാവിലെ കുളിപ്പിക്കും കേട്ടോ. പക്ഷേ കുഞ്ഞ് ഇന്ന് ഉറക്കം എഴുന്നേക്കാനായിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് പാലം കുടിച്ച് വീണ്ടും കിടന്ന് ഉറങ്ങി. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞ് ഇന്ന് കുളിപ്പിക്കാനായിട്ട് കുറച്ച് ലേറ്റായത്. ഞാൻ വേദ കുഞ്ഞായിരിക്കുമ്പോഴും അതിരാവിലെ തന്നെ വേദയും കുളിപ്പിക്കുമായിരുന്നു കേട്ടോ. 7 മണി, 6 മണി, 6:30 മണി രാവിലെ വേദ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അത്രയും രാവിലെ കുളിപ്പിക്കുക. അങ്ങനെ എല്ലാവരും എന്നെ വഴക്ക് പറയായിരുന്നു. ഇത്രയും രാവിലെ, അതും തണുത്ത വെള്ളത്തിൽ തന്നെ ഞാൻ കുളിപ്പിക്കാമായിരുന്നു. ഇത്രയും രാവിലെ കൊച്ചിനെടുത്തിട്ട് കുളിപ്പിക്കണം എന്ന് എല്ലാവരും വഴക്ക് പറയായിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്താ, വേദയ്ക്ക് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ കുളിക്കണം. തണുപ്പ് അവൾക്കൊരു പ്രശ്നമല്ല. എത്ര രാവിലെ ആയാലും അവൾക്ക് അതൊന്നൊരു പ്രോബ്ലം അല്ല കേട്ടോ. നമ്മൾ ശീലിപ്പിക്കും പോലെ ഇരിക്കും ഓരോന്ന്. എന്തായാലും എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ കാണാവേ. കുഞ്ഞ് സ്കിൻ കെയർ കണ്ടിട്ട് ബാക്കി വിശേഷമേ. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി നിൽക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ? പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തു തരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ? സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങുമാണേ. എന്തായാലും ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ഇനി ബാക്കി വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ നിറയെ ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട്. സത്യമായിട്ടോ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു വെബ്സൈറ്റ് ഒന്നും തുടങ്ങണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അത്രയ്ക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എടുക്കുന്ന സാധനങ്ങളെല്ലാം പോകുന്നുണ്ടായിരുന്നു. അതിലും വളരെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് നോക്കിയപ്പോൾ നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എഴുതി വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സത്യമായിട്ട് ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ ചിന്തിച്ചിട്ടില്ല ഒരു ഷോപ്പ് ഇടുന്ന കാര്യം. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കാം കേട്ടോ. നമുക്ക് കാരണം അത്രയ്ക്കേറെ ഡ്രസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ട് വരുന്നുണ്ട്, സെയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു സ്റ്റാഫും ഒരു ഷോപ്പും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഓണത്തിൻ്റെ ഒരു ബഹളമാവാം, ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഭാഗ്യമുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർഷം ഒരു ഷോപ്പ് തുടങ്ങുന്നതായിരിക്കും കേട്ടോ. കാരണം അതിനു വേണ്ടി എനിക്ക് ഓർഡേഴ്സും സെയിലും നടക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ പോകുന്നു, എടുക്കുന്നു, വരുന്നു, നമ്മളെ വസ്ത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേര് ചോദിച്ച പോലെ ശ്രീകുട്ടിക്ക് ഇങ്ങനെ പോയി എടുക്കുന്നതിൽ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ഞാൻ എപ്പോഴും പറയും പോലെ വലിയ രീതിയിലില്ല, എങ്കിലും കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ പോയി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെറ്റീരിയൽ എങ്ങനെയാണ്. വീഡിയോയിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ ചെന്ന് എടുക്കുമ്പോൾ ആ ഭംഗി ഉണ്ടാവില്ല.
അപ്പോൾ നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്ത് ഇവിടെ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ഭംഗി കൂടുന്തോറും റേറ്റും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ എമൗണ്ട് ഇട്ട് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റത്തില്ല. എന്തായാലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ അല്ലേ. അറിയത്തില്ല ഇത് ഓണത്തിൻ്റെ ഒരു ബഹളമാണോ, അത് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് സെയിലുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എപ്പോഴും നമ്മൾ വസ്ത്രയിൽ സ്റ്റോക്ക് കൊണ്ടുവന്നാലും വളരെ പെട്ടെന്ന് തന്നെ കഴിയാറുണ്ട്. പക്ഷേ ഇത്രമാത്രം സ്റ്റോക്ക് എടുക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. ഇത്രത്തോളം നമ്മൾ സ്റ്റോക്ക് എടുത്ത് ഇത്രയും വലിയൊരു സെയിൽ നടക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അത് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഓണം കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു ഷോപ്പിടും, ഉറപ്പായിട്ടും ഒരു സ്റ്റാഫിനെയൊക്കെ നിർത്തി. കാരണം നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സത്യമായിട്ടും പറയുകയാണ്, എല്ലാം കൂടി ആകുമ്പോൾ പറ്റുന്നില്ല. ഒരുപാടാവുമ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങും. പക്ഷേ എല്ലാം കൂടെ ആകുമ്പോൾ ഇത്ര തന്നെ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഷോപ്പൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നമ്മൾ സ്റ്റോക്കൊക്കെ എടുത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കട്ടെ അല്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നടക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാണ്. എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ ഏറ്റവും പ്രശ്നമുള്ള കാര്യം എനിക്കതാണ്. ഫുഡൊന്നും എനിക്ക് പ്രശ്നമില്ല. അതൊന്നും ഒരു വിഷയമേ അല്ല. മീൻസ് കഴിക്കും കിട്ടിയില്ലെങ്കിൽ കൊള്ളില്ല അങ്ങനെയൊക്കെ ഉള്ളൂവെങ്കിലും ഞാൻ വീക്കാവത്തില്ല. പക്ഷേ എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വീക്കാവും. എനിക്ക് ഭയങ്കര ടയേർഡ്നെസ് ആയിരിക്കും. അത് എനിക്ക് എപ്പോഴും, അത് ഈ വസ്ത്രയുടെ കാര്യമൊന്നുമല്ല, എന്ത് കാര്യത്തിനും എനിക്കൊരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടിയില്ല എങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കേട്ടോ. അത് ഞാൻ പണ്ടൊക്കെ ഒരു 9-9:30 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങിയിരിക്കും. പേരയ്ക്ക് സ്കൂളിൽ പോകാനായിട്ട് ഒരു 5-5:45 എഴുന്നേൽക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. ആ 9:30 എന്നുള്ളത് ഒരു 10:30 ആയാലും എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് അത്രയും സമയം എനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഈ തലവേദന എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ കുറച്ചേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ശീലമായി വരുന്നു. എങ്കിലും ആ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാത്തതിൻ്റെ ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ട്. നമ്മളിപ്പോൾ സേലത്തും ബാംഗ്ലൂരൊക്കെ പോയിട്ട് വന്നപ്പോൾ കാറിലൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലും വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയല്ലേ. സുഖത്തിൻ്റെ അല്ല, നമ്മളങ്ങ് ടയേർഡായി പോവും, അത്രയേ ഉള്ളൂ കേട്ടോ. എങ്കിലും എല്ലാ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി പറക്കി നമുക്ക് കോഡ് സെറ്റും നല്ല മൂവ്മെൻറ്റ് ഉള്ളതാട്ടോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ലേ, സൈസിൻ്റെ ഒരു ഇഷ്യൂ വരാറുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ചെന്നപ്പോൾ സ്മോൾ സൈസ്, അതിൽ ഒരു പീസിന് മാത്രമേ സ്മോൾ സൈസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം മീഡിയം ടു XXL വരെ നമുക്ക് കിട്ടി കേട്ടോ. അതൊരു ഭാഗ്യമാണ്. കാരണം സ്മോൾ സൈസ് ഇപ്പോൾ ആരുമില്ല. സ്മോൾ സൈസ് അങ്ങനെ വളരെ കുറവാണ് വാങ്ങുന്നത്. ആരും ഇല്ലാത്തത് കൊണ്ടാവാം. അതുകൊണ്ട് മീഡിയം ടു XXL വരെ സൈസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം രക്ഷപ്പെട്ടു എന്ന് പറയാം. നല്ല മൂവ്മെൻറ്റ് നമുക്ക് കോഡ് സെറ്റിനുണ്ട്. പക്ഷേ ഈ സൈസിൻ്റെ ഒറ്റൊരു ഇഷ്യൂ കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഈ സ്മോൾ സൈസ് അങ്ങനെ മൂലയ്ക്ക് മാറിയിരിക്കും. അപ്പോൾ ഞാൻ കരുതി സ്മോൾ സൈസിൻ്റെ നമുക്ക് നഷ്ടമാണത്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പക്ഷേ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. വെബ്സൈറ്റിൽ നല്ല പഴയ ഞാൻ ഇതൊക്കെ ഇട്ടപ്പോൾ നല്ലതായിട്ട് മൂവ്മെൻ്റ് ഉണ്ട്. മാത്രമല്ല നമ്മൾ ഇൻ്റർനാഷണൽ കൊറിയർ തുടങ്ങിയപ്പോഴേക്കും അവിടെ നിന്ന് അബ്രോഡിൽ നിന്നുള്ളവർ ഒരുപാട് പേര് കോഡ് സെറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് കൊണ്ടുവന്നേക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ബാംഗ്ലൂരിൽ പോയി കോഡ് സെറ്റും ചുരിദാർ മെറ്റീരിയലൊക്കെ, ചുരിദാർ പീസസൊക്കെ എടുത്തത്. എല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. 10 മണിയായി. ഇപ്പോഴും ഞാൻ പോകാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഓർഡർ വരും കേട്ടോ. പിന്നെ അതിനെയും എല്ലാം പാക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. ചെന്ന് കിടക്കുമ്പോഴും ഓർഡർ വരും. എപ്പോഴും ഇപ്പോൾ വസ്ത്രം മാത്രമേ ഉള്ളൂ. എന്തായാലും സന്തോഷം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.